ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ നോവലിൻ്റെ 9ാമത്തെ അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാവും എന്നെനിക്കറിയാം. നമുക്ക് നോവലിലേക്ക് പോയാലോ? മോളെ, സുഹൃത ഉടൻ കരയാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് തന്നെയത്. നീ എന്നോട് ക്ഷമിക്കണം. മമ്മ കാര്യം പറയും. നീയും മോനും കൂടി എന്നെ അവഗണിക്കാനും ധിക്കരിക്കാനും തുടങ്ങിയപ്പോൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ മോൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ ലിലിയെ അറിയിച്ചത്. അവളുടെ ഒരു ഫോൺ കോൾ വരുന്നതോടെ നിങ്ങൾ രണ്ടും കൂടി തമ്മിൽ തല്ലി പിരിഞ്ഞോളുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ലിലി എന്ന ആ പിഴച്ച സന്തതി പക്ഷേ അടുത്ത ഫ്ലൈറ്റിന് കൊച്ചിക്ക് പറന്നു. അപ്പോൾ ലിലി വന്നോ? റോജ ആകാംക്ഷ മറിച്ചില്ല. ആ മോളെ, സുഹൃത ഏങ്ങി. അവളും ആ അവിഹിത സന്താനമുണ്ട്. എൻ്റെ മോൻ്റെ ഒരു ചായയില്ല കൊച്ചിന്. ഞാൻ പറഞ്ഞതല്ലേ മോളെ, അത് കാശ്യപിൻ്റെ കുട്ടിയല്ലെന്ന്. പക്ഷെ കാശ്യപേട്ടൻ പറഞ്ഞത് അതേ എന്നാണല്ലോ. അതവൻ വെറും മണ്ടനായതുകൊണ്ട് സമ്മതിക്കുന്നതാ. അവളിപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിലുണ്ട്. നമ്മുടെ ഗസ്റ്റ് റൂമിലാണ് താമസിക്കുന്നത്. അവൾക്കുള്ള ആഹാരം ഞാൻ വേണം ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ. അവളെ കണ്ടതും എൻ്റെ അനിയത്തി മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചുപോയി. ഞാനിനി എന്തു ചെയ്യും മോളെ? കാശ്യപേട്ടനെ ഫോണിൽ കിട്ടിയാൽ ഞാൻ വിവരമറിയിക്കാം മമ്മ. അവനെ ഉടനെ ഒന്നും കിട്ടില്ല മോളെ. ഇവൾ വരുമെന്ന പേടി കൊണ്ട് അവൻ മുങ്ങിക്കളഞ്ഞതാ. ഈ ജന്തുവിനെ അവനിപ്പം ഇഷ്ടമേ അല്ല. മോളൊരു കാര്യം ചെയ്താൽ മതി. നീ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വാ. ഇവിടെ നല്ല കുറ്റിച്ചൂലി ഇരിക്കണുണ്ട് സ്റ്റോറിൽ. അതെടുത്ത് അടിച്ച് അവളെ ഇവിടുന്ന് അടിച്ചു വിട് കുട്ടി. അവളോട് പൊരുതാനുള്ള ശേഷി ഈ മമ്മയ്ക്കില്ലാത്തത് കൊണ്ടാണ്. നെഞ്ചിൽ സങ്കടം വിങ്ങിയിട്ടും അവൾ ചിരിച്ചുപോയി. എനിക്കതിൻ്റെ ആവശ്യം എന്താ മമ്മ? കൈവശ അവകാശ നിയമം വെച്ച് ലിലിക്കല്ലേ കൂടുതൽ അധികാരം. അവൾക്കാണെങ്കിൽ ഒരു കുട്ടിയുണ്ട്. മമ്മയുടെ സുഹൃതം മൂലം ഒരു രാവിൻ്റെ അവകാശം പോലും എനിക്കില്ല. എനിക്കിനി അത് വേണ്ടതാനും. ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുമായി പങ്കിടേണ്ട ഗതികേട് എനിക്കില്ല. ഒരു ഉപകാരമേ മമ്മയുടെ മകനിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇരു ദമ്പതികളുടെയും സമ്മതപ്രകാരം ഒരു അർജൻറ്റ് ഡിവോഴ്സ്. അതിനുള്ള സോഴ്സും ആ ഫ്ലാറ്റിലുണ്ടല്ലോ. മറ്റൊരു വിവാഹം നടന്നില്ലേലും സമാധാനമായിട്ട് ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. അധ്യായം 18. അങ്ങനെയല്ല മോളെ, സുഹൃത കേണു. അവൻ നിയമപരമായി വിവാഹം ചെയ്തത് നിന്നെയാ. നിനക്കുള്ള നിയമബന്ധന ലിലിക്കില്ല. അടിച്ചിറക്കിയാൽ അവൾ പോണം. ആരെയും അടിച്ചിറക്കാൻ ഞാനില്ല. കയ്യൊക്കുകൊണ്ട് നേടേണ്ടതല്ല സ്നേഹം. നിയമത്തിൻ്റെ പിന്തുണയും എനിക്ക് വേണ്ട. നഷ്ടപരിഹാരമോ ചെലവ് കാശോ ഒന്നും വേണ്ട. നിരൂപാധികം ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയുക. എനിക്കല്പം മനസ്സമാധാനം മാത്രം മതി. എന്നാലും മോളെ, ലിലിയേക്കാൾ ഇഷ്ടം എനിക്ക് നിന്നെയാണ്. അവളെ വിളിച്ചു വരുത്തിയതിൽ എനിക്കിപ്പോൾ നല്ല വിഷമമുണ്ട്. വിഷമിക്കണ്ട മമ്മ. ലിലിയുടെ കുട്ടി മമ്മയുടെ മകൻ്റേത് തന്നെയാണ്. ആ കുട്ടിക്കെങ്കിലും മമ്മയുടെ സ്നേഹം അത്യാവശ്യമാണ്. എനിക്കാണെങ്കിൽ മമ്മയുടെ മകനെ വേണ്ട. ചതിക്കുന്നവരോടൊപ്പം ഒരു ജീവിതവും വേണ്ട. പറഞ്ഞവസാനിപ്പിച്ച റോജ ആ കോള് കട്ട് ചെയ്തു. അവൾ തിരിഞ്ഞപ്പോൾ പിന്നിൽ അമ്മയുണ്ടായിരുന്നു. ആരാ മോളെ വിളിച്ചത്? സുഭാഷിണി തിരക്കി. റോജ സത്യം തന്നെയാണ് പറഞ്ഞത്. എന്തിനാ അവർ വിളിച്ചത്? അടുത്ത ചോദ്യമായി. അവളെല്ലാം നടന്നപടി വിശദീകരിച്ചു. അമ്മ തളർച്ചയിൽ പടിക്കെട്ടിലിരുന്നിട്ടും റോജ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തു. അതോടെ സുഭാഷിണി ഏങ്ങലടിച്ചു കരഞ്ഞു. എൻ്റെ കുട്ടികളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരുപോലെ തകർന്നല്ലോ ഈശ്വര. ഇതിനായി ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കല്യാണത്തിന് മുൻപും കല്യാണം കഴിഞ്ഞും അച്ചടക്കമായി ജീവിച്ചോളാം ഞാൻ. ചെറുപ്പം തീരും മുമ്പ് വിധവയായിട്ടും ഒരു ചീത്തപ്പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടികളും മര്യാദക്കാരായി തന്നെയാണ് ജീവിച്ചത്. എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിക്കാൻ? മര്യാദക്കാർക്കല്ലേ അമ്മേ കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഏതായാലും ഇതിൽ നിന്നൊന്നും ഒളിച്ചോടാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എങ്കിൽ കാശ്യപിൻ്റെ തെറ്റ് പുറത്തൂടെ മോളെ നിനക്ക്? അവൻ്റെ മമ്മ നിൻ്റെ പക്ഷത്താണല്ലോ. പൂനെന്ന് വന്നിരിക്കുന്നവളെ പറഞ്ഞയച്ചാൽ നിനക്കവിടെ സമാധാനമായിട്ട് ജീവിച്ചൂടെ? പൂനെന്ന് വന്നവൾക്ക് ഒരു കുട്ടിയുണ്ടമ്മേ. അത് കാശ്യപിൻ്റെ കുട്ടിയല്ലെന്നല്ലേ അവൻ്റെ മമ്മ പറഞ്ഞത്. പക്ഷെ കാശ്യപ് പറഞ്ഞത് മറച്ചാണല്ലോ. കാശ്യപേട്ടൻ പറയുന്നതാണ് എനിക്ക് പ്രധാനം. ലിലിയുടെ കഥ ഒരു കള്ളക്കഥയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കൂടെ നിന്നേനെ. ഇനിയിപ്പോൾ ഞാൻ ഒഴിഞ്ഞു പോരണതല്ലേ നന്ന്. എന്നേക്കാൾ 2-3 വയസ്സ് മൂപ്പുള്ള പെണ്ണാണ്. അച്ഛൻ്റെ അംഗീകാരമില്ലാത്ത ഒരു കുട്ടി എളിയിൽ. അതിന് ജോലി എന്തെങ്കിലും ഉള്ളതായി എനിക്കറിയില്ല.
ഉണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ അംഗീകാരമില്ലാത്ത ആ കുട്ടിയെ അവൾ തനിച്ചു വേണ്ടേ ഒരു കരയ്ക്കെത്തിക്കാൻ? പൂനെയിലായതുകൊണ്ടാവും അത് പിടിച്ചു നിന്നത്. കേരളത്തിലായിരുന്നെങ്കിൽ എപ്പോഴേ റെയിൽവേ ട്രാക്കിലോ നടുക്കടലിലോ ഒരു മുഴം കയറിലോ ആ 2 ജീവിതങ്ങൾ അവസാനിച്ചേനെ. സുഭാഷിണി മറുപടിയൊന്നും പറഞ്ഞില്ല. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാലേ എവിടെയും ഇടിച്ചു കയറാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണമെന്നല്ലോ അമ്മേ. അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ലേ? അമ്മയുടെ കവിളിലൂടെ ചാലുകൾ ഒഴുകിയിറങ്ങുന്നത് റോജ കണ്ടു. ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് അവളെ തൊപ്പി. അമ്മ വ്യസനിക്കണ്ട, നമ്മുടെ നന്മയാണ് നമ്മുടെ കരുത്ത്. നല്ല മനസ്സുള്ളവർക്ക് എന്തിനെ നേരിടാനാവും, മനസമാധാനത്തോടെ കിടന്നുറങ്ങാനാവും. ആർത്തിക്കാർക്കും കൊതിയന്മാർക്കും സമാധാനമില്ലാത്തത്. അപ്പോഴേക്കും സുഭാഷിണിക്ക് സംസാരശേഷി തിരികെ വന്നു. നല്ല മനസ്സിലൊന്നും എനിക്കിപ്പോൾ വിശ്വാസമില്ലാതായി കുട്ടി. നല്ല മനസ്സുള്ളത് കൊണ്ടാ നിന്റെ കല്യാണം നടക്കാനായി മാല ഈ വീട് വിട്ടിറങ്ങിയത്. എന്നിട്ട് അവളുടെ അവസ്ഥ എന്തായി? അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ നീ ഈ തിടുക്കം കുട്ടി ആദ്യം വന്ന വിവാഹാലോചനയ്ക്ക് തലകുനിച്ചത്. അതും കുഴപ്പത്തിലായില്ലേ? അതേക്കുറിച്ച് തന്നെ അമ്മേ ഞാൻ പറഞ്ഞതും. പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി നമ്മൾ എളുപ്പവഴികൾ തേടും. വരുന്നത് വരട്ടെ എന്ന് കരുതി നമ്മൾ ആ പ്രതിസന്ധിയെ നേരിടണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. എൻ്റെ വിവാഹം നടക്കാനായി മാല വീട് വിട്ടു പോകരുതായിരുന്നു. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ വരാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണമായിരുന്നു. അതുപോലെ മാല തിരിച്ചു വരാനായി ഞാൻ ധൃതിപ്പെട്ട് വിവാഹത്തിനൊരുങ്ങിയതും തെറ്റായി. ധൃതിയാണ് കുഴപ്പക്കാരൻ. ക്ഷമയാണ് നമ്മളെ നന്മയിലും വിജയത്തിലും എത്തിക്കുക. ഇനി ധൃതി കൂട്ടാൻ ഞാനില്ല. വരുന്നത് വരുമ്പോൾ വരട്ടെ. നാളെ മുതൽ ഞാൻ ആ ബാങ്കിൽ പോയി തുടങ്ങും. സുഭാഷിണി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ബാങ്കിൽ തിരിച്ചെത്തിയ അന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് റോജയെ ഷേർലി വിളിപ്പിച്ചത്. ആ സീരിയൽ നടിയുടെ വിവരം വല്ലതും കിട്ടിയോ മോളെ? ഇല്ല ചേച്ചി. അതെങ്ങനെ എനിക്ക് വിവരം കിട്ടണത്? അവളുടെ പേര് പോലും അറിയില്ലല്ലോ. എങ്കിൽ എനിക്ക് പൊടി വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനായി മലയാളത്തിലെ സർവ്വ ചാനലുകളിലെയും സർവ്വ സീരിയലുകളും എനിക്ക് കാണേണ്ടി വന്നു. ഒരാഴ്ച മൊത്തം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചാനലുകൾ തൊരുതര ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം പോളറ്റിന് അമ്മയുടെ തെറിയും തല്ലും വേറെ. എന്നെ എൻ്റെ പതിവ് സീരിയലുകൾ കാണിക്കാതിരിക്കാൻ നിനക്ക് നിൻ്റെ ദണ്ണാടിയെന്ന് ചോദിച്ച് ചൂല് വെച്ച് മുതുകത്തൊന്നു തന്നു. നമ്മുടെ ആവശ്യം പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാവില്ലല്ലോ. ചക്കാന്ന് പറഞ്ഞ കൊക്കേന്ന് കേട്ട് നത്തേന്ന് മനസ്സിലാക്കുന്നതെന്നേ ഉള്ളൂ. എന്നിട്ട് ആ നടിയുടെ പേരെന്താ ചേച്ചി? നിങ്ങളവരെ കണ്ടുപിടിച്ചോ? ഒരു വായിൽ 100 ചോദ്യം ചോദിക്കാതെ മോളെ. ആ പേര് കണ്ടുപിടിക്കാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു. ബാക്കി സാവകാശം നമുക്ക് അന്വേഷിക്കാം. എങ്കിൽ ആ പേരെങ്കിലും ഒന്ന് പറയും. കൽപ്പന നായർ. കൽപ്പന നായരോ? കേട്ടിട്ടുള്ള പേരല്ലല്ലോ. അങ്ങനെ വാരി വലിച്ച് അഭിനയിക്കുന്ന താരമല്ല. വല്ലപ്പോഴും ഒരു സീരിയലോ സിനിമയോ. അമ്മ വേഷങ്ങളാണെങ്കിലും വില്ലത്തി വേഷങ്ങളിലാണെങ്കിലും പ്രധാന വേഷങ്ങളെ ചെയ്യും. കലൂർ ഒരു ഫ്ലാറ്റിലാണ് താമസം. ഹൈ ലെവലിലുള്ള പാലക്കാട് നായർ ഫാമിലിയാണെന്നാണ് അന്വേഷിച്ച പറഞ്ഞത്. അപ്പോൾ ഷേർലി ചേച്ചിയുടെയും പോളേട്ടൻ്റെയും നിഗമനങ്ങളൊക്കെ തെറ്റിയല്ലോ. തെറ്റിമോളെ. ഷേർലി തളർച്ചയിൽ നിശ്വസിച്ചു. വില്ലത്തി കഥാപാത്രങ്ങളെയാ അധികവും അവർ അവതരിപ്പിക്കുന്നതെങ്കിലും നായികാ നടിയേക്കാൾ മാന്യതയും നന്മയുമുള്ള സ്ത്രീയാണത്രേ അവർ. 50 തോന്നിക്കും. അതിലധികവും ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ കുറവുമാകാം. വെളുത്തു സുന്ദരിയാ. ഭർത്താവ് ഏതോ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളാണ്. ഒരു മകളുണ്ടെന്നാണ് കേട്ടത്. കൂടുതലൊന്നും അറിയില്ല. ആ ഫ്ലാറ്റ് പോളേട്ടന് ഉടനെ കണ്ടുപിടിക്കും. റോജയുടെ നെഞ്ചിടിപ്പ് ഒന്നമർന്നു. അപ്പോൾ ഷേർലിയേച്ചിയും പോളേട്ടനും അവരോടൊപ്പം കണ്ടത് അവരുടെ മകളെയെങ്ങാനും ആവുമോ? നേരിയ പതർച്ചയോടെയാണ് ഷേർലിയുടെ മറുപടി. അക്കാര്യത്തിൽ സംശയം വേണ്ട മോളെ. അത് നിൻ്റെ മാല തന്നെയാണ്. അവൾ ഒന്നുകൂടി നന്നായിരിക്കണം. ഇത്തിരി മോഡേണായിട്ടുണ്ട്. ഡ്രസ്സും നല്ല അടിപൊളി. അതിനുള്ള സാധ്യത കുറവല്ലേ ചേച്ചി? ആരെങ്കിലും എവിടുന്നോ കിട്ടിയ ഒരു കുട്ടിയെ അത്ര കാര്യമായി കൂടെ നിർത്തുമോ? അതും അവർക്ക് സ്വന്തമായ ഒരു മകളുള്ളപ്പോൾ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണം. അറിഞ്ഞിടത്തോളം അതിനൊരു സാധ്യതയില്ലല്ലോ. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? എത്രയോ കപടമാന്യരുണ്ട് ഈ ലോകത്ത്. അവരുടെ പകിട്ടിനും പത്രാസനും പിന്നിൽ ചീഞ്ഞ കഥകളുണ്ടെന്നും കണ്ടെന്നു വരും. എന്നാലും എനിക്കെന്തോ അത് മാലുമല്ലെന്ന് തോന്നുക. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വെറുതെ നുണ പറയേണ്ട കാര്യം എന്താ? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഷേർലിച്ചി. നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയും ഞങ്ങൾ എത്ര അനുഭവിച്ചതാ.
ഏതായാലും നീ ഒന്നുകൂടി ആ സ്ത്രീയെക്കുറിച്ച് സ്വന്തം നിലയിലൊന്ന് തിരക്ക് നോക്ക്. നിൻ്റെ ഹസ്ബൻഡ് വലിയ നിലയിലുള്ള ആളല്ലേ? അതുപോലുള്ളവർക്ക് ടൗണിൽ ഒരുപാട് കണക്ഷൻസ് കാണും. ഞാനും എൻ്റെ പോളേട്ടനും പാവങ്ങളല്ലേ. ആ സ്വരത്തിൽ പരിഭവം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഷേർലിയേച്ചി. റോജയ്ക്ക് കരച്ചിൽ വന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ഷേർലിയേച്ചിയെ അറിയാത്തവരല്ലല്ലോ ഞങ്ങൾ. അങ്ങോട്ട് ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് ചെയ്തതൊന്നും 10 ജന്മം കൊണ്ട് മറക്കാനാവില്ല. എൻ്റെ മാലയുടെ മൂത്തവളായ ഞങ്ങളെന്നും ഷേർലിയേച്ചിയെ കാണുന്നത്. ഞാനും അതെ മോളെ. എൻ്റെ സ്വന്തം അനിയത്തിമാരാണ് നിങ്ങളെനിക്ക്. അതാ സങ്കടവും ടെൻഷനും പിണക്കവും ഒക്കെ വരേണ്ടത്. മോള് ക്ഷമിക്ക്. ഷേർലിയേച്ചി ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ. അതുപോലെ നീയും അന്വേഷിക്കാൻ മറക്കരുത്. അവരുടെ പേര് കൽപ്പന നായർ. ഇപ്പോൾ ചന്ദനക്കാറ്റ് എന്ന സീരിയലുണ്ട്. ഇതേക്കുറിച്ചൊക്കെ മോടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടി ഒന്ന് അന്വേഷിപ്പിക്കണത് നല്ലതാ. ശരി ചേച്ചി, ഞാൻ അന്വേഷിപ്പിക്കാം. എന്നിട്ടെന്തായാലും പുതിയതായിട്ട് അറിഞ്ഞാൽ എന്നെ അറിയിക്കണേ. ചേച്ചി ഇടയ്ക്കിടെ വിളിച്ചോളാം. ഷേർലി തന്നെയാണ് കോൾ അവസാനിപ്പിച്ചത്. കാശിഫിൻ്റെ ഫോണുകൾ അപ്പോഴും സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ആ സഹായം തേടാൻ റോജയ്ക്ക് അതുകൊണ്ടായില്ല. തിരിച്ചു വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരുന്നതിനാൽ അതോർത്ത് അവളുടെ മനസ്സ് അസ്വസ്ഥമായി. ലിലിയുടെ കാര്യം തൻ്റെ അടുത്ത് ഒളിച്ചതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു പിരിയുന്ന സമയത്തും. റോജ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാനും ഉണ്ടാവില്ല എന്ന തരത്തിൽ ഒരു വാചകം പറഞ്ഞത് ഓർമ്മയിലെത്തി. ബാങ്കിലും ഒരു സീരിയൽ പ്രേക്ഷകൻ അറ്റൻഡറായ നാരായണൻ കുട്ടിയേട്ടനായിരുന്നു. ചേട്ടൻ ചന്ദനക്കാറ്റ് എന്ന സീരിയൽ കാണാറുണ്ടോ? റോജ അയാളോട് തിരക്കി. വല്ലപ്പോഴും നേരത്തെ ചെല്ലുമ്പോൾ. എൻ്റെ വൈഫ് ഒരൊറ്റ എപ്പിസോഡ് വിടാറില്ല. എങ്കിലും ചേട്ടൻ അതിൽ അഭിനയിക്കുന്ന കൽപ്പന നായർ എന്ന നടിയെക്കുറിച്ചൊന്ന് തിരക്കി അറിയാമോ? അവരെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും. എന്തിനാ മാഡം? അവരുടെ ബന്ധുവാണെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒരു കസിന് കല്യാണം ആലോചിക്കുന്നുണ്ട്. കൊള്ളാവുന്ന പാർട്ടിയാണെന്ന് അറിയാമോന്ന് വെച്ചാ. അവരെ പരിചയപ്പെട്ടാൽ ഈ പയ്യനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമല്ലോ. എറണാകുളത്ത് താമസിക്കുന്ന കക്ഷിയാണോ അതോ കലൂര് ഏതോ ഫ്ലാറ്റിലാണെന്ന് കേട്ടത്. എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സർവ്വ ഡീറ്റെയിൽസും തന്നോളാം. മതിയോ? മതി. അവൾ സമ്മതിച്ചു. 2 ദിവസത്തിന് ശേഷം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ലേഖ വന്നു കയറിയ ഉടനെ റോജയോട് തിരക്കി. നിൻ്റെ ചേച്ചി മാല എവിടെയാണെന്ന് നീ പറഞ്ഞത്? കോഴിക്കോട്ടോ? എൻ്റെ ചേച്ചി ഒളിച്ചോടിപ്പോയതാണെന്ന് അമ്മയെ ക്രോസ് വിസ്താരം ചെയ്ത ലേഖമായി അറിഞ്ഞതാണല്ലോ. പിന്നെന്തിനാ ഒന്നും അറിയാത്ത മറ്റുള്ളൊരു അന്വേഷണം? ആവശ്യമുണ്ടെന്ന് വെച്ചോ. അവൾ എവിടെയാണെന്ന് ഒരു ധാരണ നിനക്ക് കാണുമല്ലോ. കോഴിക്കോട്ടാണെന്നാ എൻ്റെ ഊഹം. എങ്കിൽ അവളെ ഞാനിന്ന് മറൈൻ ഡ്രൈവിൽ വെച്ച് കണ്ടു. റോജ മാത്രമല്ല, അരികിലുണ്ടായിരുന്ന സുഭാഷിണിയും ഞെട്ടിപ്പോയി. നേര്? റോജയുടെ ചുണ്ട് വിറച്ചു. എൻ്റെ ഭർത്താവിൻ്റെ മരുമകളെക്കുറിച്ച് എനിക്ക് പിന്നെ നുണ പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങോട്ട് എങ്ങനെയായാലും നിങ്ങൾ രണ്ടും എനിക്കെൻ്റെ മക്കളെപ്പോലെ തന്നെയല്ലേ. അടുത്തു നിന്നാണോ ലേഖ കണ്ടത്? സുഭാഷിണി തിരക്കി. അത് മാല തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അടുത്തു നിന്നാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ബസ്സിലെ സൈഡ് സീറ്റിലിരിക്കുകയായിരുന്നു. മറൈൻ ഡ്രൈവിലെ ഒരു പാർക്കിംഗ് പ്ലേസിൽ കിടന്നിരുന്ന ഒരു കാറിൽ അവൾ വന്ന് കയറണതാണ് കണ്ടത്. കൂടെ ആരെങ്കിലും? ഒരു സ്ത്രീ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതോ തൊട്ടരികിൽ കിടന്നിരുന്ന കാറിൻ്റെ ഉടമസ്ഥയാണോ അവരെന്ന് നിശ്ചയമില്ല. മാലുവിൻ്റെ കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എത്തി വലിഞ്ഞ് ഞാൻ നോക്കിയിരുന്നതാണ്. ബസ് അപ്പോഴേക്കും സ്റ്റോപ്പിൽ നിന്നും അകന്നിരുന്നു. റോജയും അമ്മയും സ്തംഭരായി പരസ്പരം നോക്കി. ഷേർലി അച്ചയ്ക്കും പോളേട്ടനും രാത്രി നഗര വെളിച്ചത്തിൽ കാഴ്ചത്തെറ്റ് സംഭവിച്ചതാണോ എന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ശങ്ക അവസാനിച്ചു. മാല എറണാകുളത്ത് തന്നെയുണ്ട്. മാലയുടെ ചായയുള്ള മറ്റേതോ പെൺകുട്ടിയായിരിക്കില്ല അത്. മാല തന്നെയാവും അവൾ. അന്ന് രാത്രിയിൽ കിടക്കയിൽ കമന്ന് കിടന്ന് അമ്മ ഏങ്ങലുകൾ അമർത്തുന്നത് റോജ അറിഞ്ഞു. വെളുപ്പിനെ അവൾ മാലയെ സ്വപ്നം കണ്ട് ഉണരുകയും ചെയ്തു. അതൊരു ദുസ്വപ്നമായിരുന്നു. നഗരത്തിലെ ഒരു ബഹുനില മന്ദിരത്തിൻ്റെ മുകളിൽ നിന്നും മാല താഴേക്ക് ചാടുന്നു. തൊങ്ങലുകൾ പിടിപ്പിച്ച അവളുടെ വെള്ള ഉടുപ്പ് കാറ്റിൽ പറക്കുന്നു. കുട്ടിക്കാലത്താണ് അത്തരം ഗൗണുകൾ തങ്ങൾക്കുണ്ടായിരുന്നതെന്ന് റോസ് ഓർത്തു. മുഴുവൻ 2 വയസ്സിൻ്റെ വ്യത്യാസമില്ലാത്ത ഇരട്ടകളെപ്പോലെ തോന്നിക്കുന്ന ഏട്ടത്തിക്കും അനിയത്തിക്കും അക്കാലത്ത് അച്ഛൻ ഒരേ നിറത്തിലുള്ള ഡിസൈനിലുള്ള കുപ്പായങ്ങളെ വാങ്ങിക്കുമായിരുന്നുള്ളൂ. ഉറക്കമുണർന്ന അവൾ അമ്മയറിയാതെ കുളിമുറിയിൽ കയറി ടാപ്പ് തുറന്നു വെച്ച് വാവിട്ട് കരഞ്ഞു.
മാലയും അതേ സമയത്ത് സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. അവൾ ദേവകി ടീച്ചറുടെ കിടക്കയിലായിരുന്നു. ഉറക്കത്തിൽ ശബ്ദമമർത്തി കരഞ്ഞത് കേട്ട് ടീച്ചറും ഉണർന്നിരുന്നു. അവർ കൈനീട്ടി അവളെ ചേർത്ത് പിടിച്ചു. എന്താ മോളെ, വല്ല പേക്കിനാവും കണ്ടോ? ആ, മാല മൂളി. ആരെക്കുറിച്ചാ? വീട്ടിലാരെങ്കിലും? പിരിഞ്ഞു കഴിയണതിൻ്റെ വിഷമം കൊണ്ടാ. നമ്മൾ പേടിക്കും പോലെ സ്വപ്നങ്ങൾക്ക് പ്രവചന ശക്തിയൊന്നുമില്ല. ആ സ്വപ്നം മറക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറങ്ങിയിട്ട് എണീറ്റാൽ മതി. അമ്മ ചുമലിൽ തട്ടിത്തരാം, ഉറങ്ങിക്കോ. ദേവയ്ക്ക് ചുമലിൽ തട്ടിക്കൊടുത്തിട്ടും അവൾക്ക് പിന്നെ ഉറങ്ങാനായില്ല. കുളിമുറിയിൽ കയറി മാല കുളിച്ച് വേഷം മാറി വന്നു. ചെറു ചൂടുള്ള കുഴമ്പ് ദേഹത്ത് പുരട്ടി ചൂടുവെള്ളത്തിൽ ദേവകിയെയും അവൾ കുളിപ്പിച്ചു. ഈറൻ നെറുകയിൽ രാസ്നാദി തിരുമ്മി. വല്ലപ്പോഴും ഒന്ന് കുളിക്കുമ്പോഴാ മോളെ ഞാൻ ജീവനോടെയാണ് ജീവിക്കണതെന്ന് എനിക്ക് ബോധ്യം വരണത്. അവർ ചിരിച്ചു. പെട്ടെന്നാണ് ഓടാമ്പലിട്ടിരുന്ന വാതിൽ ചവിട്ടി തുറക്കപ്പെട്ടത്. ഞെട്ടലോടെ അകത്തുള്ള രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ വാതിക്കൽ ഗംഗാധരൻ നായർ. ഒരാഴ്ച മുമ്പേ ആ കോൺവെൻറ്റിലെ കന്യാസ്ത്രീയെ ചോദ്യം ചെയ്തത് അപ്പോഴാണ് അറിഞ്ഞത് ഇവൾ അനാഥാലയ സന്തതിയല്ലെന്ന്. എങ്കിൽ പിന്നെ ഇവൾ ആരെന്ന അന്വേഷണം എടുത്തോടി. അതിനായിട്ട് രാഖിമോളെ ഇവളുടെ ഒരു ഫോട്ടോയും മൊബൈലെടുത്തിരുന്നു. 5 മിനിറ്റ് മുൻപാ ഇവള് ആ ED ജീവനക്കാരിയുടെ ഭ്രാന്തി മോളാണെന്ന് അറിഞ്ഞത്. നിന്റെ ആ ജാരപുത്രൻ ഇവളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? തീർന്നു ഇവളുടെ ജീവിത കാലാവധി. പാഞ്ഞു വന്ന് അയാൾ മാലയുടെ താടി പിടിച്ച് ഞെരിച്ചു. അമ്മേ, അവൾ നിലവിളിച്ചു പോയി. തൊട്ടുപോകരുത് എൻ്റെ കുട്ടിയെ. കിടക്കയിൽ നിന്നും ദേവകി ചാടി എഴുന്നേറ്റു. സ്വന്തം കാലിൽ നിവർന്നുള്ള ആ നിൽപ്പ് കണ്ട് ഗംഗാധരൻ മാത്രമല്ല മാലയും അമ്പരന്നു. അധ്യായം 19. ഗംഗാധരൻ്റെ മിഴികൾ ദേവകിയെ അടിമുടി ഒഴിഞ്ഞു. ദേവു സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്നു. പതർച്ചയോ കുഴച്ചില് തെല്ലുമില്ല. പുതിയ ചികിത്സ ഫലിച്ചിരിക്കുമോ? അത്ഭുതത്തിനൊപ്പം അയാളുടെ കൈ മാലയുടെ മുഖത്തു നിന്നും അയഞ്ഞു. അതോടെ അവൾ ഓടിയണഞ്ഞ് ടീച്ചറെ പുണർന്നു. ഈശ്വര, എൻ്റെ അമ്മ താനെ എണീറ്റോ? സന്തോഷം കൊണ്ട് മാല വിങ്ങിക്കരഞ്ഞു. എനിക്കിനി എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. നിന്റെ അമ്മയോ? ഗംഗാധരൻ വീണ്ടും അവളുടെ നേർക്കടുത്തു. ഏത് വകയിലാടി ഇവൾ നിന്റെ അമ്മയാവണത്? നീ ആ ED ജീവനക്കാരിയുടെ മകളല്ലേ? 2 പെൺമക്കളെയും കൊണ്ട് ടൗണിൻ്റെ നടുക്ക് മറ്റേ പണി ചെയ്ത് ജീവിക്കുന്നവളുടെ മകള്. മാല ഞെട്ടലിൽ ഗംഗാധരൻ നായരെ നോക്കി. ഈ മനുഷ്യനെങ്ങനെ തൻ്റെ അമ്മയെക്കുറിച്ചറിഞ്ഞു? തൻ്റെ പശ്ചാത്തലം മുഴുവൻ ചികഞ്ഞ് കണ്ടുപിടിച്ചുവെങ്കിൽ താൻ എവിടെയുണ്ടെന്ന സത്യം വീട്ടിലും അറിഞ്ഞിരിക്കുമോ? നിങ്ങൾക്ക് തെറ്റി. പതർച്ച കൂടാതെ ദേവകി ഭർത്താവിനെ നേരിട്ടു. അപ്പോൾ എനിക്ക് പിറന്ന ഓട്ടിസം ബാധിച്ച ഒരു കൊച്ച് ഇവിടെയുണ്ടല്ലോടി. അത് പിന്നെ ആരുടെ മകളാ? അത് നിങ്ങളുടെ മകൻ. അങ്ങനെ ആക്കിയെടുത്തല്ലേ നിങ്ങളും നിങ്ങളുടെ മരുമകളും കൂടി. ഞാൻ പ്രസവിച്ച കുട്ടിയെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റി. പാകതയില്ലാത്ത ആ മനസ്സിൽ എന്നെക്കുറിച്ച് അസംബന്ധങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചു. എന്ത് അസംബന്ധമാണടി? ഗംഗാധരൻ ഭാര്യയുടെ അടുത്തു. 15-ാം വയസ്സിൽ ഡിഗ്രിക്ക് 1-ാം വർഷം പഠിക്കുമ്പോൾ ഡിഗ്രി അവസാന വർഷം പഠിക്കുന്ന ഒരുത്തൻ്റെ ഒപ്പം നീ ഒളിച്ചോടിയതും, കോഴിക്കോട് ഒരു 3rd റേറ്റ് ഹോട്ടലിൽ നിന്ന് നിൻ്റെ തന്തയും ഞാനും കൂടി പിടിച്ചുകൊണ്ട് പോകുന്നതും, 2 മാസം കഴിഞ്ഞപ്പോൾ നിനക്ക് കുളി തെറ്റിയതും, മാനം രക്ഷിക്കാൻ നിൻ്റെ തന്ത നിന്ന നിൽപ്പിൽ മുഹൂർത്തമുണ്ടാക്കി എൻ്റെ തലയിലേക്ക് നിന്നെ കെട്ടിവെച്ചതും ഞാൻ നിൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ തന്ത നിങ്ങളുടെ തലയിൽ എന്നെ കെട്ടിവെച്ചതല്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ സ്വത്ത് മോഹിച്ച് സാരമില്ലമ്മാവ, ദേവുനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞ് സ്വയം എടുത്ത് സ്വന്തം തലയിൽ വെച്ചതല്ലേ. സ്നേഹിക്കുന്ന ആളിൻ്റെ ഒപ്പം ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞ് നിങ്ങളുടെ കാല് പിടിച്ചതല്ലേ അന്ന്. നിങ്ങളെന്നെ വിട്ടോ? ദേവുവിനെ ഗംഗേട്ടൻ പൊന്നുപോലെ നോക്കുമെന്നല്ലേ അന്നൊക്കെ രാവും പകലും കാതിലോതെ എന്നെ കീഴ്പ്പെടുത്തിയത്. എൻ്റെ നെഞ്ചിൽ നിന്നും പിടിച്ചു പറിച്ചുകൊണ്ട് പോയി എൻ്റെ കുഞ്ഞിനെ നിങ്ങളേതോ അനാഥാലയത്തിലാക്കി. ആക്കി. ഗംഗാധരൻ പല്ലുഞരിച്ചു. ആക്കിയുടെ വ്യഭിചാരിണി. അന്യക്കൊച്ച് അച്ചാന്ന് വിളിക്കണത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ ഈ നാട്ടിൽ നിനക്കൊന്ന് കാണിച്ചു തരാമോ? ഏതായാലും നിന്റെ മകനെ ഞാൻ അനാഥാലയത്തിലാക്കാൻ കാത്തിരുന്നത് പോലെയാണല്ലോ നിന്റെ കാമുകൻ പുതുപ്പെണ്ണിനെയും കൂട്ടി വന്ന് നിന്റെ മകനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് പക്ഷേ ഇപ്പം മനസ്സിലാവാത്തത് അവൻ്റെ പുതുമണവാട്ടിയായോ ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ്
മധുവിധ കാലത്ത് ഭർത്താവിന് മറ്റൊരുത്തിയിലുണ്ടാവുന്ന കുട്ടിയുണ്ടെന്ന് കേട്ടാൽ സഹിക്കുവോ, ക്ഷമിക്കുവോ? രണ്ടും ചെയ്യും. വിവാഹത്തിന് മുൻപ് അക്കാര്യം ഭർത്താവ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയുന്ന നല്ലവനായൊരു പുരുഷനെ പഴിക്കാൻ നന്മയുള്ള കുട്ടികൾക്ക് കഴിയില്ല. ഇല്ലെങ്കിൽ അവൾ നിങ്ങളുടെ മരുമകളെപ്പോലെ ഒരധമ ജന്മമായിരിക്കണം. ദേവകി, അയാൾ കൈ ചൂണ്ടി. എൻ്റെ രാഖിമോളെപ്പറ്റി ഒരക്ഷരം പറയാൻ നിനക്ക് അധികാരമില്ല. നിന്റെ മകൻ പഴയ പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിട്ടും ക്ഷമിച്ചു കഴിയുന്നോളാം എൻ്റെ മരുമകൾ. പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. വീണ്ടും ഗംഗാധരൻ മാലയുടെ നേർക്ക് തിരിഞ്ഞു. നിന്റെ ജന്മം അവസാനിപ്പിക്കുക. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ രാഖിമോളുടെ സമാധാന ജീവിതത്തിന് നീ ഇനി വിലങ്ങുതടിയാവില്ല. വാ എൻ്റെ ഒപ്പം. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പുറത്തേക്ക് വലിച്ചു. ആ കുട്ടിയെ വിട്. ദേവകി ഒച്ചയുയർത്തി. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കണത് എന്തിന്? ഗംഗാധരൻ തിരിഞ്ഞു നോക്കി. താനെ എഴുന്നേറ്റ് നിൽക്കാറായല്ലോ നിനക്ക്. നീ വന്ന് ഇവിടെ രക്ഷിച്ചോണ്ട് പോ. കാണട്ടെ നിന്റെ സാമർഥ്യം. ചവിട്ടി നിന്റെ എളിതിരിക്കും ഞാൻ. പിന്നീട് നീ ഈ ജന്മം സ്വയം എഴുന്നേൽക്കില്ല. വേണ്ടമ്മേ. അയാളുടെ കൈപ്പിടിയിൽ നിന്നും കുതിരിക്കൊണ്ട് മാല കരഞ്ഞു. എന്നെ രക്ഷിക്കാനായി അമ്മ അബദ്ധമൊന്നും കാണിക്കണ്ട. അമ്മയ്ക്ക് എണീറ്റ് നിൽക്കാറായല്ലോ. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ആ സമയം കൊണ്ട് മാലയെ പിടിച്ചു വലിച്ച് ഗംഗാധരൻ മുറിയിൽ നിന്നും വാതിക്കലെത്തി. ദേവകിയുടെ മൊബൈൽ ഫോൺ എടുത്ത് ഏതോ നമ്പർ ഡയൽ ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് വാതിലിന് പുറത്ത് വിനയ് എത്തിയത്. വീട്ടിലെ വേഷമായ കുർത്തയിലും ജീൻസിലുമായിരുന്നു അവൻ. നിനക്കൊന്ന് ഓഫീസില്ലേ? പുരികം ചുളിച്ചുകൊണ്ട് ഗംഗാധരൻ വിനയനെ നോക്കി. ഉവ്, പക്ഷെ പോയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്ന് സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇങ്ങനെ പലതും ഇവിടെ സംഭവിക്കും. നീ അതൊന്നും കണ്ടതായി നടിക്കണ്ട. നിന്റെ ദാമ്പത്യബന്ധം തകരാതിരിക്കാൻ ഈ ഒരു മാർഗ്ഗമുള്ളൂ. ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാതെ യാതൊരു തരവില്ല. ഇവളെ എവിടെ കൊണ്ടുപോകണമെന്ന് കൊണ്ടുവരുന്നവർ തീരുമാനിക്കും. ആ ഉത്തരവാദിത്വം അച്ഛനില്ല. പിന്നെ എൻ്റെ ദാമ്പത്യത്തെക്കുറിച്ച് പറഞ്ഞാണല്ലോ പറഞ്ഞു വരുന്നത്. അതിനൊരു വിശദീകരണം നൽകണമെന്ന് കുറേ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ബന്ധം എനിക്കില്ല. ഐ ആം സ്റ്റിൽ എ ബാച്ചിലർ. അങ്ങനെ അല്ലെന്നതിനുള്ള രേഖകളുണ്ടല്ലോ മോനെ. ആ രേഖകളിൽ തീയതിയും ഉണ്ടാവുമല്ലോ. തീർച്ചയായും. എങ്കിൽ ആ തീയതികളിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നതിന് മെഡിക്കൽ റിപ്പോർട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ചതി ഞാൻ കോടതിയിലെത്തിക്കും. ആ ഭീഷണിയിൽ അയാളൊന്ന് പതറി. അതോടെ ആ മുഖം മാറി, സ്വരവും. മോനെ, രാഗിക്ക് നിന്റെ ജീവനാണ്. നിന്നിൽ നിന്നൊരു നിഷേധമുണ്ടായാൽ അവൾ ജീവൻ കളയും. നമ്മളെ ഒരാൾ ജീവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ആ വ്യക്തി ജീവൻ കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ നമ്മൾ നമ്മുടെ ജീവിതം അയാൾക്ക് വേണ്ടി പണയപ്പെടുത്തണം അച്ഛാ. ഇവിടേക്കാൾ എത്രയോ ഭേദമാണ് മോനെ അവൾ. അതെനിക്ക് കൂടി തോന്നണ്ടേ? ആ മരുമകളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അച്ഛൻ എന്നെ അവളുമായി ബന്ധിപ്പിച്ചതെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മയുടെ പക വാരിച്ച സ്വത്തുക്കൾ എനിക്കുള്ളതാണെന്ന് അച്ഛൻ ഉറപ്പുണ്ട്. അതൊരിക്കലും അച്ഛന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കിട്ടില്ലെന്നും. അപ്പോൾ ആ സ്വത്ത് കൈയടക്കാനുള്ളൊരു പാലമായി മാറ്റി ഈ മരുമകളെ. ആ വിഡ്ഢി അതറിയുന്നുമില്ല. നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡിൻ്റെ ഒപ്പം മരിച്ച് ജീവിച്ചിട്ടും സ്വന്തമായതൊന്നും കൈവിട്ട് തരാത്ത എൻ്റെ അമ്മയുടെ ബുദ്ധിശക്തിയിൽ കുറച്ചെങ്കിലും എനിക്കും സ്വായത്തമാണല്ലോ. കുറച്ചു നാളെങ്കിലും ഞാൻ ആ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ പിതൃത്വം നിങ്ങൾ എനിക്കൊരിക്കലും അനുവദിച്ച് തന്നിട്ടില്ലെങ്കിലും ഈ മാതൃത്വം എനിക്കെന്നും അവകാശപ്പെട്ടതാണ്. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണ്. ഇനി അതെ, നീ ഇപ്പോൾ മനഃപൂർവ്വമാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്. മനഃപൂർവ്വമല്ല. അത് പക്ഷേ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ലെങ്കിലും ഞാൻ തുറന്നു പറയാം. യാദൃശികമായാണ് ഇവളെൻ്റെ കയ്യിൽ വന്നു പെട്ടത്. എനിക്ക് ഉപേക്ഷിക്കാനാവില്ലായിരുന്നു. എന്ന് വെച്ച് നിങ്ങൾ സംശയിക്കുന്ന ഉദ്ദേശത്തിലൊന്നുമല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ അമ്മ കഴിഞ്ഞാൽ എനിക്ക് ഈ ഭൂമിയിലുള്ള ഏക ബന്ധു ഇവളാണ്. മാല അത്ഭുതത്തിൽ വിനുവേട്ടനെയും അമ്മയെയും മാറി മാറി നോക്കി. വിനയിന് തന്നോടുള്ള മുൻബന്ധം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഗംഗാധരൻ എന്ന ആളും മരുമകളും തന്നെ ഇത്രയധികം വെറുക്കുന്നതിൻ്റെ കാരണവും വ്യക്തമായില്ല. അപ്പോൾ താലി കെട്ടിയ പെണ്ണിനോട് നിനക്കൊരു കടമയില്ലേ? താലി കെട്ടിയതിന് പിന്നിലെ രഹസ്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കുറച്ച് പണവിട പൊന്നിൽ തീർത്ത താലിക്ക് ഇക്കാലത്ത് ആണും പെണ്ണും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. മനസ്സിൽ പതിഞ്ഞ വ്യക്തിയോടൊപ്പം ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിൻ്റെ കൂടപ്പിറപ്പിനെ നീ മറന്നു? എൻ്റെ കൂടപ്പിറപ്പിനെ ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് മറന്നു? നിറഗർഭിണിയായ എൻ്റെ അമ്മയെ ഇതേ സ്റ്റെയർ കേസിൽ നിന്ന് തള്ളിയിട്ട കഥ ഈ വീട്ടിലെ പരിചാരകൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. എന്നിട്ടും സ്വന്തം കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് അച്ഛൻ ഓട്ടിസം എന്ന ഓമന പേര് നൽകി. സാരമില്ല, ജീവനോടെ കിട്ടിയല്ലോ അതിനെ.
ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവളുടെ കാര്യം ഞാൻ നോക്കും. എന്നാലും നീ ഇവിടെ വിടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞാലേ തൃപ്തിയാവും. തന്തയ്ക്ക് പിറക്കാത്തവൻ. മാലയുടെ കയ്യിൽ നിന്നും വിട്ടിട്ട് വെറുപ്പിൽ അയാൾ പുറത്തേക്ക് നടന്നു. അകത്തേക്ക് പോയിക്കോളൂ, വിനയ് അവളോട് പറഞ്ഞു. ഇനി നീ ഇവിടെ ആരെയും ഭയക്കണ്ട. അമ്മയ്ക്ക് സ്വയം എഴുന്നേൽക്കാറായ സ്ഥിതിക്ക് ഞാനിനി പോയിക്കോളാം വിനുവേട്ടാ. ഞാൻ മൂലമല്ലേ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും. നീ മൂലമല്ല, ഈ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ മൂലമാണ്. നിനക്ക് ഈ വിധി വന്നതിന് പിന്നിലും മറ്റാരുമില്ല. അതുകൊണ്ടും നീ ഇനി പോണ്ട. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ സാവധാനം മനസ്സിലാക്കി തരാം. പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോഴൊന്നും നീ പോയില്ലല്ലോ. ഇനി നിന്നെ ഞാനിവിടുന്ന് വിടുന്നില്ല. അവനും തിരിഞ്ഞ് പുറത്തേക്ക് പോയി. മാല ഓടി ദേവകി ടീച്ചറുടെ അടുത്തെത്തി. എന്താ അമ്മ ഇതിൻ്റെയൊക്കെ അർത്ഥം? വിനുവേട്ടൻ്റെ അച്ഛനും രാഗിയൊക്കെ എന്നെ ഇങ്ങനെ എന്തിനാ വെറുക്കണത്? എൻ്റെ പേര് പറഞ്ഞപ്പോഴേ അമ്മ എന്നെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? വിനുവേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞു, അമ്മ കഴിഞ്ഞ അദ്ദേഹത്തിന് ഈ ഭൂമിയിലുള്ള ഏക ബന്ധു ഞാനാണെന്ന്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ടീച്ചർ സ്നേഹപൂർവ്വം അവളുടെ മുടിയിലൊന്ന് തഴുകി. പറയണതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ അർത്ഥമുണ്ട് മോളെ. അത് ഒറ്റയടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. എങ്കിലും എനിക്കറിയണം അമ്മേ. ഞാൻ മൂലം മറ്റാർക്കും ഒരു ദ്രോഹം ഉണ്ടാവണത് എനിക്ക് സഹിക്കാനാവില്ല. നിന്നെയും എന്നെയും എൻ്റെ മോനെയും ഇവർ ദ്രോഹിച്ചത്, അല്ലാതെ നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്ന് വെച്ച് എല്ലാ ദ്രോഹങ്ങളും നമ്മൾ എക്കാലം സഹിക്കണമെന്നുണ്ടോ? ഇല്ല. ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തി നിൽക്കുക അമ്മ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അദ്ദേഹം വിനുവേട്ടൻ്റെ അച്ഛനല്ലേ? അവരൊന്ന് പതറി സാവധാനം കിടക്കയിലേക്ക് ഇരുന്നു. വീണ്ടും ദേവകിയുടെ കൈത്തലം മാലയുടെ നെറുകയിലായി. പറയാൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്. പലരും പലതരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടും ഞാൻ ആർക്കും വിശദീകരണം നൽകിയിട്ടില്ല. എൻ്റെ മകൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു. അവന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ മനസ്സ് തുറന്നത്. ഇപ്പം നിന്നോട് പറയണത് അവസാനത്തെ പ്രാവശ്യമാണ്. ഇനിയും ഇതാരോട് പറയേണ്ടി വരരുതെന്ന ദൈവത്തോടുള്ള എൻ്റെ അപേക്ഷ. അമ്മ പറയൂ. അവൾ ആ ചുമലിലേക്ക് മുഖം ചായച്ചു. ഇവിടെ വന്ന ശേഷം ശാരദാമ്മയും ഭാർഗവി അമ്മയും രാഗിയും വിനുവേട്ടൻ്റെ അച്ഛനെല്ലാം പലതും പറയണത് കേട്ടു. അപ്പോഴൊന്നും എനിക്കൊരു ആകാംക്ഷയും തോന്നിയില്ല. ഇപ്പോൾ എല്ലാം അറിയാനുള്ളൊരു വെമ്പൽ. അമ്മ ആരാ? ഈ വിനുവേട്ടൻ ആരാ? രാഗിക്കും വിനുവേട്ടൻ്റെ അച്ഛനും എന്തിനാ എന്നോട് ഇത്രയും പക? പറയാം മോളെ. എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. പരിചാരകരാണ് എന്നെ വളർത്തിയത്. വലിയൊരു ജനനേതാവും കോടീശ്വരനുമായ അച്ഛനെ കണ്ടിട്ടുള്ളത് വല്ലപ്പോഴും മാത്രം. പക്ഷേ അച്ഛൻ എന്നെ പ്രാണനായിരുന്നു. എനിക്ക് പക്ഷേ ആ മുഖവും ഭാവവും വർത്താനവും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് 1ാം വർഷം പഠിക്കുമ്പോൾ അച്ഛൻ്റെ വാലായി നടക്കുന്ന ഈ ഗംഗൻ ചേട്ടനാണ് എൻ്റെ ഭാവി ഭർത്താവെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അച്ഛൻ്റെ കാല് പിടിച്ചു. അപ്പോഴാണ് അച്ഛൻ്റെ അസുഖവിവരം ഞാൻ അറിഞ്ഞത്. മരിക്കും മുമ്പ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഗംഗൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അന്നേ ഇയാൾ എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ട് പഠിച്ച് LLB കഴിഞ്ഞിരുന്നു. എനിക്ക് പക്ഷേ ഇയാളെ അണുവും വിശ്വാസമില്ലായിരുന്നു. ശാരദയാൻ്റെ ഒരിക്കൽ പറഞ്ഞ കഥയും അമ്മ പറയുന്ന കഥയും മാല താരതമ്യം ചെയ്യുകയായിരുന്നു. എന്നിട്ട് അവൾക്ക് ആകാംക്ഷ അടക്കാനായില്ല. കോളേജിലെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയും ബെസ്റ്റ് ആക്ടറുമായ BA ലിറ്ററേച്ചർ ഫൈനലിലെ ഒരു ഹാരിദാസ് എന്നയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് തിരിച്ചു. ഹരിദാസ്. മാലയുടെ ഓർമ്മയിൽ എവിടെയോ ആ പേര് തടഞ്ഞു. ഈ ഗംഗൻ ചേട്ടനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ ഹരിയേട്ടൻ്റെ ഒപ്പം ഞാൻ പോയത്. ദേവകിക്ക് എത്തിച്ചു. ബാക്കി കഥകളൊക്കെ ഞാനിവിടെ കേട്ടുവല്ലോ. വിനുവേട്ടൻ സ്വന്തം അച്ഛൻ്റെ ഒപ്പമാണ് വളർന്നതെന്ന് അറിഞ്ഞു. പിന്നെ എങ്ങനെ അദ്ദേഹം വീണ്ടും ഇവിടെ എത്തിയമ്മേ? എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഈ ക്രൂരമുഖം ആ സ്നേഹത്തിൻ്റെ ലോകത്തു നിന്നും എൻ്റെ മോനെ അറുത്തു മുറിച്ചുകൊണ്ട് പോകുന്നതാ ഈ സ്വത്തിനു വേണ്ടി. അമ്മയ്ക്ക് തടയാമായിരുന്നില്ലേ? ഞാൻ അറിയണ്ടേ? മറ്റൊരു മകനും കിട്ടാത്ത സ്നേഹ അരിയേട്ടിൽ നിന്നും ഭാര്യ ശോഭയിൽ നിന്നും എൻ്റെ മോന് ലഭിച്ചത്. അവന് 9 വയസ്സ് തികഞ്ഞ ശേഷമേ ശോഭ സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുത്തുള്ളൂ. മാലയുടെ മിഴികൾ വിടർന്നു. മോൻ ആഗ്രഹിച്ച ഒരു സാധു കുട്ടിയെ തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കാനും ഹരിയേട്ടൻ തീരുമാനിച്ചു. അന്നൊരു തെറ്റേ അദ്ദേഹം ചെയ്തുള്ളൂ. മനുവിനെ പ്രസവിച്ചത് മറ്റൊരാളാണെന്ന കാര്യം പെൺവീട്ടുകാരെ വിളിച്ചു.
ശോഭയുടെ നിർബന്ധമായിരുന്നു അത്. മനു തൻ്റെ മകനല്ലെന്ന് ആരും അറിയുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ വിവാഹം നടന്നാൽ പിറ്റേന്ന് തന്നെ എൻ്റെ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ ആ നല്ല മരുമകൾക്ക് എഴുതി കൊടുക്കണമെന്ന് ഞാനും വാക്കു കൊടുത്തിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവല് വല്ലാത്തൊരു ട്വിസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ രാത്രി കൃത്യം 9 മണിക്ക് നമ്മൾ അടുത്ത എപ്പിസോഡുമായിട്ടെത്തും. എല്ലാവർക്കും ശുഭദിനം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഇഷ്ടംപോലെ പോന്നോട്ടെ. ഒത്തിരി സന്തോഷമാണ് കേട്ടോ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. ഒരിക്കൽ കൂടി ശുഭദിനം.